Hello friends, welcome back to CMS Creations. It's me ഷുഹൈദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഓണ പരീക്ഷയിൽ 2024 ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷനിൽ തേർഡ് ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. Natural numbers from 5 to 20 are written on a paper slips and put in a box. 5 മുതൽ 20 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. ഹൗ മെനി പേപ്പർ സ്ലിപ്സ് ആർ ദെയർ ഇൻ ദ ബോക്സ്? ആകെ എത്ര പേപ്പർ കഷ്ണങ്ങളാണ് പെട്ടിയിലുള്ളത്? എ സ്ലിപ്പ് ഈസ് ടു ബി ടേക്കൺ ഫ്രം ഇറ്റ് വിത്തൗട്ട് ലുക്കിംഗ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ? പെട്ടിയിൽ നോക്കാതെ ഒരു പേപ്പർ കഷ്ണം എടുത്താൽ അതൊരു പൂർണ്ണവർഗമാവാനുള്ള സാധ്യത കാണുക. 5 മുതൽ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 5 to 20, 5 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളെല്ലാം ഒരു പെട്ടിയിൽ പേപ്പർ ബോക്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേപ്പർ ഉണ്ട് എന്നാണ് ചോദ്യം. 16 പേപ്പർ ഉണ്ടാവും. ഓക്കെ, 20ന് 5 കൂടുമ്പോൾ 15 പേപ്പറല്ല ഉണ്ടാവുക. 5 അതിൽ പെടും. ഓക്കെ, 5 എന്ന് പറയുന്ന നമ്പറും അതിൽ പെടും. അപ്പോൾ 5 തൊട്ട് എണ്ണാണെന്നുണ്ടെങ്കിൽ 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അങ്ങനെ മൊത്തം 16 നമ്പേഴ്സ് ഉണ്ടാവും. 15 അല്ല 16 ഉണ്ടാവും. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 5 മുതൽ 20 വരെയുള്ളതിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയറുകൾ ഉണ്ട്? 1ന്റെ പെർഫെക്റ്റ് സ്ക്വയർ 1 അപ്പോൾ അത് പെടില്ല. 2ൻ്റെത് 4 അതും ഉണ്ടാവില്ല. 3ൻ്റെത് 9, 4ൻ്റെത് 16, 5ൻ്റെത് 25 അപ്പോൾ അതും ഉണ്ടാകൂല. അപ്പോൾ ആകെ എത്രണ്ണേ ഉള്ളൂ? 2 ഉണ്ടാവുള്ളൂ അല്ലേ? 1ൻ്റെത് 1, പക്ഷെ 5 മുതലുള്ള നമ്പറേ നമ്മൾ എടുക്കുന്നുള്ളൂ. 2ൻ്റെത് 4, 5 മുതലുള്ള നമ്പറേ എടുക്കുന്നുള്ളൂ. 3ൻ്റെത് 9, 4ൻ്റെത് 16, 5ൻ്റെത് 25, പക്ഷെ 20 വരെയുള്ള നമ്പറേ എടുക്കുള്ളൂ. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പൂർണ്ണവർഗങ്ങൾ ഏതൊക്കെയാ? 9ഉം 16ഉം. അപ്പോൾ ആകെ 2 നമ്പറുള്ളൂ. അപ്പൊ 2/16 അതിനെ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 1/8 എന്നും കിട്ടും, ഇല്ലെങ്കിൽ 2/16. രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സ്മോൾ സർക്കിൾ. എ ഡോട്ട് ഈസ് പുട്ട് ഇൻ ടു ദ ഫിഗർ വിത്തൗട്ട് ലുക്കിംഗ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡ് റീജിയൻ? ചിത്രത്തിൽ വലിയ വൃത്തത്തിന്റെ ആരം ചെറിയ വൃത്തത്തിന്റെ വ്യാസമാണ്. വലിയ വൃത്തത്തിന്റെ ആരം ചെറിയ വൃത്തത്തിന്റെ വ്യാസമാണ്. ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് വലിയ സർക്കിളിന്റെ. കണ്ടോ, ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ വ്യാസമാണ് വലിയ സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ് ഇവിടെ വരുന്നത്. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എങ്ങനെയാ? എവിടെയാണോ ഡോട്ട് വീഴേണ്ടത് ആ ഭാഗത്തിന്റെ ഏരിയ ഡിവൈഡർ ബൈ ടോട്ടൽ ഏരിയ. ഇതാണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി വരുന്നത്. അപ്പൊ നമ്മൾ ഈ ചെറിയ സർക്കിളിന്റെ ഏരിയയും കാണണം, വലിയ സർക്കിളിന്റെ ഏരിയയും കാണണം. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ, ചെറിയ സർക്കിളിന്റെ റേഡിയസ് കേട്ടോ. ചെറിയ സർക്കിളിന്റെ റേഡിയസിനെ ഞാൻ 6 എടുത്തു. ഓക്കെ, അപ്പൊ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്? 2r വരും. ഓക്കെ, റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയല്ലേ ഡയമീറ്റർ വരിക. ഈ ഡയമീറ്റർ ആണ് വലിയ സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ ചെറിയ സർക്കിളിന്റെ റേഡിയസിന് ഞാൻ 6 എടുത്തു. അപ്പോൾ അതിന്റെ ഡയമീറ്റർ 2r വരും. അതാണ് വലിയ സർക്കിളിന്റെ റേഡിയസ്. ഇനി നമുക്ക് ഏരിയ കാണാലോ. ഏരിയ ഓഫ് ലാർജ് സർക്കിൾ, വലിയ സർക്കിളിന്റെ ഏരിയ πr² ആണ്. വലുതിന്റെ റേഡിയസ് എന്താണ്? 2r ആണ്. ആ 6ന്റെ സ്ഥാനത്ത് 2r എന്ന് കൊടുക്കുക. അപ്പോൾ π × 2r ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, 2ന്റെ സ്ക്വയർ 4 ആണ്, 6ന്റെ സ്ക്വയർ r². അപ്പോൾ 4πr² എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ π4r². ഇനി ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ, ചെറിയ സർക്കിളിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് പരപ്പളവ് എന്ന് പറയുന്നത് πr² ആണ്. അതിന്റെ റേഡിയസ് 6 തന്നെയാണ്. ഡയമീറ്റർ ആണ് 2r, റേഡിയസ് 6 തന്നെയാണ്. ഓക്കെ, ആ ഡയമീറ്റർ 2r വന്നപ്പോൾ അത് വലിയ സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് മാറി. അപ്പൊ ഇവിടുത്തെ റേഡിയസ് 6 തന്നെയാണ്, πr².
ഇനി നമുക്ക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് കാണാം. ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ. അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ പൈ 4r സ്ക്വയർ. പൈയും പൈയും വെട്ടിപ്പോവും, ആർ സ്ക്വയറും വെട്ടിപ്പോവും, ദെൻ 1/4. ഓക്കെ, ചെറിയ സർക്കിളിന്റെ റേഡിയസിന് 6 എന്ന് എടുത്തു, അപ്പൊ അതിന്റെ ഡയമീറ്റർ 2r എന്ന് വരും. അതാണ് വലിയ സർക്കിളിന്റെ റേഡിയസ്. ഇനി വലിയ സർക്കിളിന്റെ ഏരിയ കാണുക, ചെറിയ സർക്കിളിന്റെ ഏരിയ കാണുക, അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ അഥവാ ചെറിയ സർക്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ വലിയ സർക്കിളിന്റെ ഏരിയ. ഇതാണ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി. Then a box contains blue and yellow balls. Total number of ball is 36. Number of blue ball is 12. If a ball is taken from it, then ഒരു പെട്ടിയിൽ കുറച്ച് നീലയും മഞ്ഞയും പന്തുകളുണ്ട്. ആകെ പന്തുകളുടെ എണ്ണം 36. നീല പന്തുകളുടെ എണ്ണം 12. പെട്ടിയിൽ നിന്നൊരു പന്ത് എടുത്താൽ what is the probability of it being yellow? അതൊരു മഞ്ഞയാവാനുള്ള സാധ്യത എത്രയാണ്? A few more blue balls are put in the box. Then the probability of getting a yellow ball become 1/2. How many blue balls are there in the box? കുറച്ച് നീല പന്തുകൾ കൂടി പെട്ടിയിലിട്ടു. മഞ്ഞ പന്ത് കിട്ടാനുള്ള സാധ്യത 1/2 ആയി. ഇപ്പോൾ പെട്ടിയിൽ എത്ര നീല പന്തുകളുണ്ട്? 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് യെല്ലോ? യെല്ലോ ആവാന് ബ്ലൂവും യെല്ലോയും പന്തുകളുണ്ട്. ആകെ 36 പന്താണ്, അതിൽ ബ്ലൂ 12 അപ്പൊ ബാക്കി ആരാണ്? യെല്ലോ ആണ്. ആകെ 36 പന്തുണ്ട്, ബ്ലൂ 12 അപ്പൊ യെല്ലോ 24 ഉണ്ടാവും. 36 12 പോയാൽ അല്ലെ, 6 2 പോയാൽ 4, 3 1 പോയാൽ 2. അപ്പൊ യെല്ലോ എത്ര ഉണ്ട്? 24 യെല്ലോ ഉണ്ട്. എത്ര യെല്ലോ ഉണ്ട്? 24 യെല്ലോ ഉണ്ട്. അപ്പൊ യെല്ലോ കിട്ടാനുള്ള സാധ്യത എന്താ? 24/36 ആണ്. ഓക്കെ, 24/36 അതിനെ ചെറുതാക്കി, 24ന്റെ പകുതി 12, 36ന്റെ പകുതി 18, വീണ്ടും ചെറുതാക്കാം. ഓക്കെ, 6 കൊണ്ട് ചെറുതാക്കി, അപ്പൊ 2/3. ടോട്ടൽ 30, നീ മറക്കരുതേ, ടോട്ടൽ 36 ആണ്, യെല്ലോ 24 ആണ് കേട്ടോ. ഇനി കുറച്ച് നീലപ്പന്തും കൂടി ഇട്ടു. എത്ര പന്തും കൂടി ഇട്ടു? കുറച്ച് നീലപ്പന്തും കൂടി ഇട്ടു. അപ്പോ യെല്ലോ കിട്ടാനുള്ള സാധ്യത 1/2 ആണ്. ഇട്ടത് നീല പന്താണ് കേട്ടോ. ഇട്ടത് ഏത് പന്താണ്? നീല പന്താണ് ഇട്ടത്. ബ്ലൂ ബോളാണ് ഇട്ടത്, യെല്ലോ അല്ല ഇട്ടത്. അപ്പൊ യെല്ലോന്റെ എണ്ണത്തിൽ മാറ്റം വന്നോ? ഇല്ല. യെല്ലോ എത്ര തന്നെയാണ്? 24 തന്നെയാണ്. ഓക്കെ, യെല്ലോ എത്ര തന്നെയാണ്? 24 തന്നെയാണ്. അതിൽ മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഈ 1 എന്ന് പറയുന്ന സംഖ്യനെ 24 ആക്കണം. നമുക്ക് വേണ്ടത് എത്രയാണോ അതേ ബൈ ടോട്ടൽ എന്നല്ലേ വരിക. യെല്ലോ കിട്ടാനുള്ള സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നീലപ്പന്തിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. യെല്ലോ കിട്ടാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. യെല്ലോയുടെ എണ്ണത്തിൽ മാറ്റം വന്നിട്ടില്ല. കുറച്ച് നീലപ്പന്ത് ഇട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ പന്തിന്റെ എണ്ണം കിട്ടിയാലേ ബാക്കി നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര നീലപ്പന്ത് ഇട്ടെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം 12 നീലയായിരുന്നു, പിന്നെ ഇട്ട പന്തിന്റെ എണ്ണം നമുക്കറിയില്ല. പക്ഷെ നമുക്ക് യെല്ലോ എത്ര ഉണ്ട് എന്ന് അറിയാം. എത്ര ഉണ്ട്? 24. അപ്പൊ ഈ 1നെ 24 ആക്കിയാൽ മതി. 24 നമുക്ക് യെല്ലോ അല്ലേ കിട്ടുന്നത് പ്രോബിലിറ്റി തന്നിരിക്കണേ. അപ്പൊ അത് 24 ബൈ ടോട്ടൽ നമ്പർ ഓഫ് പന്താണ് വരിക. അത് ചെറുതാക്കിയപ്പോഴാണ് 1/2 വന്നത്. 1നെ 24 ആക്കാൻ ഇൻറ്റു 24 ചെയ്യണം. അപ്പൊ 2 × 24 48 വരും. അപ്പൊ ടോട്ടൽ 48 പന്തുണ്ട്. ആകെ എത്ര പന്തുണ്ട്? 48 പന്തുണ്ട്. അതിൽ 24 യെല്ലോ ആണ്, ബാക്കി എന്താണ്? ബ്ലൂ ആണ്. ആകെ 48 പന്തുണ്ടാകും. യെല്ലോ 24 ആണ്, ബാക്കി 48 - 24. 8 4 പോയ 4, 4 2 പോയ 2. ഓക്കെ, പകുതിയും പകുതിയായും. 1/2 എന്ന് പറഞ്ഞാൽ പകുതിയും പകുതിയല്ലേ. അപ്പോൾ 24 യെല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ 24 ബ്ലൂ ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കട്ടോ. ഇനി വരുന്ന എക്സാമുകളിലും പ്രോബബിലിറ്റി തന്നിട്ട് എണ്ണം കാണാനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫുള്ള് എണ്ണം തന്നാണ്ട് പ്രോബബിലിറ്റി കാണാനാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള നമ്പറുകൾ വെച്ചിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താണ്ട് ആ നമ്പറാക്കി മാറ്റുക. ഇവിടെ യെല്ലോന്റെ എണ്ണം 24 നമ്മൾ കണ്ടെത്തി. അത് വെച്ചിട്ട് ഈ 1നെ, കാരണം യെല്ലോ വേറെ ഇട്ടിട്ടില്ല, യെല്ലോ അത് തന്നെ ഉള്ളൂ. അപ്പൊ 1നെ 24 ആക്കിയാൽ മതി. ഓക്കെ, then last one, in a school there are 20 girls and 25 boys in the max club. In science club there are 35 girls and 15 boys. One student is to be selected from each club. ഒരു സ്കൂളിലെ ഗണിത ക്ലബിൽ 20 പെൺകുട്ടികളും 25 ആൺകുട്ടികളും ഉണ്ട്.
ശാസ്ത്ര ക്ലബ്ബിൽ 35 പെൺകുട്ടികളും 15 ആൺകുട്ടികളും ഉണ്ട്. ഓരോ ക്ലബ്ബിൽ നിന്നും ഒരു കുട്ടിയെ വീതം തിരഞ്ഞെടുത്താൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ? ആകെ എത്ര ജോഡികൾ ഉണ്ടാവും? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത കാണുക. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യത കാണുക. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്? ഒരു ആൺകുട്ടിയെങ്കിലും കിട്ടാനുള്ള സാധ്യത കാണുക. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് പ്രകാരം മാത്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ഗണിത ക്ലബ്ബും ശാസ്ത്ര ക്ലബ്ബും. അതിൽ മാത്സ് ക്ലബ്ബിൽ 20 ഗേൾസ്, 25 ബോയ്സ്. ഓക്കെ, അപ്പോൾ 25 ബോയ്സ്. സയൻസ് ക്ലബ്ബിൽ എത്ര ബോയ്സാ? 15 ബോയ്സ്. ഇനി ഗേൾസിൻ്റെ എണ്ണം 20ഉം 35ഉം. അപ്പോൾ മാത്സ് ക്ലബ്ബിൽ ടോട്ടൽ എത്ര ആളുകളുണ്ട്? 20, 25, 45. സയൻസ് ക്ലബ്ബിലോ 35ഉം 15ഉം 5, 5, 10, 0, ഇഷ്ടം 1, 3, 1, 4, 1, 5, 50. ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ കിട്ടും. ഓക്കെ, ഇവിടെയുള്ള 45 കുട്ടികളിൽ ഓരോ കുട്ടികൾക്കും ഇവിടെ ഒരു പേരുണ്ട്. ഇവിടുത്തെ ഒന്നിനെയും ഇവിടുത്തെ ഒന്നിനെയും എടുക്കാം, ഇവിടുത്തെ ഒന്നിനെയും ഇവിടുത്തെ രണ്ടിനെയും എടുക്കാം, ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 3, 1, 4, 1, 5, 1, 6, 1, 7, 1, 8, 1, 9, അങ്ങനെ ഓരോന്നിനും 50 ജോഡികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ 45 കുട്ടികൾക്കും 50 ജോഡി എന്ന് പറയുമ്പോൾ 45 × 50 ചെയ്താൽ മതി. അതിന് 45 × 5, 5, 25, 4, 20, 2, 22, 2250. എങ്ങനെയത് കിട്ടിയത്? 45 × 50 ആണ് ചെയ്യേണ്ടത് കേട്ടോ. 45 × 50 2250. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും ഗേൾസ് ആവാനുള്ള സാധ്യത. രണ്ടും ഗേൾസ്. അപ്പോൾ ഈ ഗേൾസിന്റെ എണ്ണങ്ങൾ തമ്മിൽ ഗുണിക്കുക. 20 × 35 / 2250. ഓക്കെ, 35 × 2 ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 35 × 2 എത്രയാണ്? 70 ആണ്. അപ്പോൾ 700 / 2250. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ബോയ്സ് ആവാനുള്ളത്. അപ്പോൾ 25 × 15. 25 × 15 ചെയ്യുക. 25 × 15. 5, 25, 5, ഇഷ്ടം 2, 2, 5, 10, 2, 12. 5, 5, 2, 2, 5, 7, 3, 375 / 2250. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി? അറ്റ്ലീസ്റ്റ് വൺ ബോയ്, ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആവണം എന്നാ പറഞ്ഞത്. അപ്പൊ രണ്ടും ആൺകുട്ടിയായ കുഴപ്പമുണ്ടോ? ഇല്ല. ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആവണം. അപ്പൊ രണ്ടും ആൺകുട്ടിയായ കുഴപ്പമില്ല. അപ്പൊ രണ്ടും പെൺകുട്ടി വരുന്ന എണ്ണം എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 3 രീതിയിലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ രണ്ടും ബോയ്സ് ആവണം, ഇല്ലെങ്കിൽ രണ്ടും ഗേൾസ് ആവണം, ഇല്ലെങ്കിലോ ഒരു ബോയ് ഒരു ഗേള്. ഈ 3 രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു രീതിയും ഇവിടെ അല്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറയുമ്പോൾ ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആവണം എന്ന് പറയുമ്പോൾ രണ്ടും ആൺകുട്ടിയായ കുഴപ്പമില്ല. ഇനി പ്രോബബിലിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഈ 3 പ്രോബബിലിറ്റിയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എന്ന് രണ്ടും പെൺകുട്ടി ആവണ ആ ചാൻസ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ആ ചാൻസ് മാത്രമേ പറ്റാത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് വൺ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണമെങ്കിലും ആൺകുട്ടി ആവുക എന്നാണ്. അപ്പൊ രണ്ടും ആൺകുട്ടി ആയാലും എന്തില്ല? കുഴപ്പമില്ല. അപ്പോൾ രണ്ടും ബോയ്സ് വരണോ നമുക്ക് എടുക്കാം, ഒരു ബോയും ഒരു ഗേള് വരണോ നമുക്ക് എടുക്കാം. രണ്ടും ഗേള് വരണ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ 2250 ആണ്. അതിൽ രണ്ടും ഗേള് വരുന്നത് എത്രയാ? 700 ആണ്. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1550 എന്ന് കിട്ടും. അപ്പൊ 1550 / 2250. ഇനി അറ്റ്ലീസ്റ്റ് വൺ ഗേൾ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ രണ്ടും ബോയ് വരുന്നത് മൈനസ് ചെയ്യണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ ഗേൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമെങ്കിലും പെൺകുട്ടി. അപ്പൊ രണ്ടും പെൺകുട്ടിയായ കുഴപ്പമില്ല. അപ്പൊ രണ്ടും ആൺകുട്ടി വരുന്നത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് 3ാമത്തെ ചാപ്റ്ററിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വിഷസ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാൻ. നമ്മളുടെ ഓണപരീക്ഷ കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, അതിനുള്ള ചാപ്റ്ററുകളുടെ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിഗണോമെട്രി മുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പായിട്ടും ഇത് ഈ 4-5 ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷമായിട്ടും വീഡിയോസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിൻ്റെ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സി യു സൂൺ. ടിൽ ദെൻ ബൈ ബൈ.